എന്നെ ഇപ്പോ സോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഭയങ്കര സോപ്പിട്ട് സംസാരിച്ച്, രണ്ടാമത് അതിൽ ഞാൻ അടുക്കളെന്ന് കണ്ടപ്പോ ഭീഷണി, മുട്ടൻ ഭീഷണിയാ, ഒരേ വിളിയാ. അപ്പോ എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ഇവർക്കെതിരെ ഒരു പരാതിയായിട്ട് വരാത്തതെന്നും ഇവരെയൊക്കെ പേടിച്ചു മാറുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം നമ്മളൊരു വിഷയത്തിൽ വരുമ്പോ ആണല്ലോ നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവണത്. എന്തായാലും എന്നെ അത്യാവശ്യം മാന്യമായിട്ട് നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കൈയും കാലും വെട്ടിയെടുക്കും, എന്നെ അങ്ങ് തീർത്ത് കളയുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോ എനിക്ക് സോഞ്ഞിട്ട് പറയാനുള്ളതെന്ന് വെച്ചാ, ചേട്ടാ നമ്മള് ജനിച്ചു വരുമ്പോ ഇത്ര വയസ്സ് വരെ ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞത്. ജീവിക്കുന്ന നാള് ആണായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ ചായ അടിച്ചാണ് എന്നെ വളർത്തിയത്. 10-35 വർഷം അങ്ങേര് ചായ അടിച്ചാണ്. അങ്ങേരെ വേർപ്പിന്റെ അത് ഇതിലുണ്ട്. ഒരു സാധാരണക്കാരനായോണ്ട് ചോദിക്കൂല എന്നുള്ളത് കാരണം വേണ്ട, ചോദിക്കണ ചോദിച്ചിട്ടേ പോവും. സാധാരണക്കാരന്മാരെ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ കാശുണ്ടാവും, പവർ ഉണ്ടാവും, പണം ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെണ്ണ. അത് വെച്ചിട്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. എനിവേ, എന്തായാലും അണ്ണൻ കോൾ വിളിച്ചത്, അതിന് എന്നെ ഭീഷണിപ്പെടുത്തതിന്റെ ഒക്കെ റെക്കോർഡ് എന്റെ ഉണ്ട്. അത് ഞാൻ എത്തിക്കാനടുത്ത് എത്തിച്ചോളാം. ഇതിൽ ഞാൻ വയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണൻ എന്നെ വിളിച്ച തെറിയുടെ 10 ഇരട്ടി തെറി ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അണ്ണനും ഞാനും മാത്രം അത് കേട്ടാ മതി, നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. അത് പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അണ്ണനൊരു ചീത്ത പേരും അല്ലെങ്കിൽ നമ്മളെ സംസ്കാരം നമ്മൾ നാട്ടുകാരെ കാണിക്കണമെന്ന് വെച്ചിട്ട് മാത്രമാണ്. എനിവേ, എന്തായാലും എന്റെ ഭീഷണി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്.